ഇന്നലെ രാത്രി ഇന്ത്യ നടത്തിയ വമ്പൻ തിരിച്ചടി. ആദ്യം പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇന്ത്യ കടക്കാനായി ശ്രമിച്ചു, ഡ്രോണുകൾ ഇന്ത്യ കടക്കാൻ ശ്രമിച്ചു, മിസൈലുകൾ ഇന്ത്യ കടക്കാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ ഉരുക്കുകുടയായിട്ടുള്ള S-400 ഇവയെല്ലാം ആകാശ് മിസൈലുകൾ ഉപയോഗിച്ച് പ്രതിരോധിച്ചു. അതിനുശേഷം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം ഇന്ത്യ അടിച്ചു തൂഫാനാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യ അടിച്ചു തൂഫാനാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം F-16 ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ, അങ്ങനെ പല റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നിരുന്നാലും ഇതൊക്കെ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് ഈ അടി കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അല്ല, ഇതിൽ ഞെട്ടിവിറച്ചിരിക്കുന്നത് ചൈനയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനോട് മാത്രമല്ല ഇന്ത്യ വിജയം നേടിയത്, ഇന്ത്യ നയതന്ത്രപരമായി ചൈനയോടും കൂടെയാണ് വിജയം നേടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്നത് ചൈനയാണ്. ഈ ചൈനയുടെ ആയുധങ്ങളാണ് ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ പുലിക്കുട്ടികൾ നമ്മുടെ കൈകളിലിട്ട് അമ്മാനമാടിയത്. ഇതോടുകൂടി ചൈനയുടെ പ്രതിരോധ സാമഗ്രി നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ കൂപ്പുകുത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആ ഓഹരികളെല്ലാം തന്നെ ഷെയർ മാർക്കറ്റ് എല്ലാം തന്നെ ഇടിഞ്ഞു എന്നാണ് കാണാനായി സാധിക്കുന്നത്. ചൈനീസ് നിർമ്മിതമായ പ്രതിരോധ സാമഗ്രികളുടെ മാർക്കറ്റ് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത. ആദ്യത്തെ വിജയം നമ്മൾ പാകിസ്ഥാന് വലിയ തിരിച്ചടി കൊടുത്തു, അവിടെ ഇസ്ലാമാബാദിൽ പോലും ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അടുത്ത വിജയം. അത് ഈ ചൈനീസ് ആയുധ നിർമ്മാണ കമ്പനികളുടെ ഓഹരി വിപണി ഇടിക്കാനായി സാധിച്ചു എന്നുള്ളതാണ്. നമുക്കെതിരെ നിരന്തരം പോരാടുന്ന, നമ്മുടെ രാജ്യത്തിലേക്ക് ഉൽപാദനങ്ങൾ കൊണ്ടുവരാൻ സമ്മതിക്കാത്ത ചൈന എന്ന് പറയുന്ന രാജ്യം അക്ഷരാർത്ഥത്തിൽ എക്കണോമിക്കലായി, സാമ്പത്തികമായി ഒരു വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസം നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് നമ്മുടെ മാർക്കറ്റ്, അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന 80% പ്രതിരോധ സാമഗ്രികളുടെ മാർക്കറ്റ് കുത്തനെ കൂടി എന്നുള്ളതാണ് അടുത്ത നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത. അത് ഇനി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാത്തതിന് നമ്മളെ സഹായിച്ച, അതായത് നമ്മൾ റഷ്യയെ പല ആപത്ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ സകല രാജ്യങ്ങളും റഷ്യയിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ, റഷ്യക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന നിലയെത്തിയപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ അവിടെ നിന്നും അമേരിക്കയുടെ ഉപരോധത്തെ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത് റഷ്യൻ പൈസയായിട്ടുള്ള റൂബിലാണ് മേടിച്ചത്, ഇന്ത്യൻ പൈസയായിട്ടുള്ള രൂപ അങ്ങോട്ട് കൊടുത്താണ് മേടിച്ചത്. അതിനുശേഷമാണ് ചൈനയ്ക്ക് പോലും ആ ധൈര്യം വന്നത്. ഇതിൽ റഷ്യ ഇന്ത്യയോട് കടപ്പെട്ടിരിക്കുന്നു. സമാനമായ രീതിയിൽ ഇന്ത്യ S-400 റഷ്യ നമുക്ക് തന്നതിൽ ഇന്ത്യയും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. അദാനി എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിന്റെ നേർചിത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രകടമായി വന്നത്. അദാനിയും ഇസ്രായേൽ വെപ്പൺസ് ഇൻഡസ്ട്രി, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് നിർമ്മിച്ചെടുത്ത ഹാരോപ്പ് ഡ്രോണുകൾ, ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ടാവർ റൈഫിളുകൾ എല്ലാം അദാനിയുടെ കമ്പനിയാണ് നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതോടുകൂടി അദാനിയും ഈ സാമ്പത്തികമായി അദാനിയെ തകർക്കാനുള്ളതിന്റെ ഒരു വലിയ സംഭവമാണ്. നമുക്കറിയാം, ഹിഡൻബർഗ് ഒക്കെ ഇതിന്റെ പിറകിലെ വലിയ രീതിയിലുള്ള ഒരു ചാരന്മാരാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അത് വേരോടെ പൂട്ടിപ്പോയി ഹിഡൻബർഗ്. അമേരിക്കൻ പ്രതിരോധ സാധനങ്ങൾ, അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. അവരിൽ നിന്ന് പോലും നമ്മൾ പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കുന്നത് വെട്ടിക്കുറച്ചതിന് ശേഷം നമ്മൾ റഷ്യയാണ് ഇപ്പോൾ കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കാനായി നമ്മൾ ആശ്രയിക്കുന്നത്. റഷ്യയിൽ നിന്ന് പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കുക മാത്രമല്ല, അതിൻ്റെ ടെക്നോളജി കൂടെയാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് ഇവിടെ പണിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മിസൈലുകൾ പോലും റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച മിസൈലുകൾ നമ്മൾ റഷ്യക്ക് തിരിച്ച് കൊടുക്കുക പോലും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ചൈനയുടെ പ്രതിരോധ മാർക്കറ്റ് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.